നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് സൈക്കോളജി ടിപ്പുകളാണ്. നിങ്ങളിപ്പോൾ പാറ്റേൺസ് പഠിച്ചു, സ്ട്രാറ്റജികൾ പഠിച്ചു, പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെട്ട് വന്നു. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കാണ്ട് അതിനുള്ളൊരു ടിപ്പുകളാണ്. അതായത് നിങ്ങളുടെ ലോസുകൾ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൈക്കോളജി ടിപ്പുകളാണ്. ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാനുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണം, നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം, പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ പരിചയപ്പെടണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ പറയുന്നത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങളിപ്പോൾ ഒരു പാറ്റേൺ കാണുകയാണെങ്കിലോ, നിങ്ങളിപ്പോൾ ഒരു എൻട്രി കാണുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ എൻട്രി എടുക്കാൻ വേണ്ടി പാടില്ല. എന്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്? ലൊക്കേഷനാണ്. ലൊക്കേഷൻ, ട്രേഡിംഗ് ലൊക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഏതൊരു പാറ്റേൺ അവിടെ കാണുകയാണെങ്കിലും, ഇപ്പോൾ ഒരു ബുള്ളിഷ് ബാർ കാണുന്നു, ബിയറിഷ് ബാർ കാണുന്നു, ബുള്ളിഷ് പിൻ ബാർ കാണുന്നു, അത്തരത്തിൽ എന്ത് നിങ്ങളവിടെ കാണുകയാണെങ്കിലും, റിവേഴ്സൽ കാണുകയാണെങ്കിൽ, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കാണുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എവിടെയാണ് ആ കണ്ടിന്യൂവേഷൻ, റിവേഴ്സൽ, ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണുന്നത്? ഏതാണ് ആ ലൊക്കേഷൻ? ഏതെങ്കിലും റെസിസ്റ്റൻസിൽ നിന്നാണോ, ഏതെങ്കിലും സപ്പോർട്ടിൽ നിന്നാണോ? അത്തരത്തിൽ എവിടെയാണ് ആ ലൊക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ എൻട്രി എടുക്കുന്നതും എക്സിറ്റ് എടുക്കുന്നതും ഏത് ലൊക്കേഷനിലാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു കറൻസി പെയറിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, USD ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കറൻസി പെയറിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ USD ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് കറൻസി പെയറുകൾ കൂടി ഉണ്ടാകും. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഓവറോൾ സെൻറ്റിമെൻറ്റ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അതിനൊക്കെ നമുക്ക് COT റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ ഓവറോൾ സെൻറ്റിമെൻറ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ആ സെൻറ്റിമെൻറ്റിനെ വെച്ചിട്ട് നിങ്ങൾ അതേ പൊസിഷനിൽ എൻട്രികൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോഴും എന്താണ്? ഓവറോൾ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക? ചെറിയൊരു കറക്ഷൻ കാണുമ്പോൾ നിങ്ങൾ അവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഓവറോൾ സെൻറ്റിമെൻറ്റ് ഒരു സൈഡിലേക്ക് ആയതുകൊണ്ട് ആ സൈഡിലേക്ക് തന്നെ പിന്നെയും പോകും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓവറോൾ സെൻറ്റിമെൻറ്റ് സെല്ലിംഗ് പ്രഷർ ആണ്, താഴേക്കാണ് ഓവറോൾ സെൻറ്റിമെൻറ്റ്. നിങ്ങൾ ചെറിയൊരു ബൈയിങ് മൂവ്മെൻറ്റ് അവിടെ കാണുകയാണ്, നിങ്ങൾ അതിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഓവറോൾ സെൻറ്റിമെൻറ്റ് സെല്ലിംഗ് പ്രഷർ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും അത് താഴേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും എന്താണ്? മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത കാര്യം എന്താണ്? ട്രെൻഡ് ലൈൻസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എൻ്റെ ഒരു പ്രിഫറൻസ് ആണിത്. ട്രെൻഡ് ലൈൻസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പകരം എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഉപയോഗിക്കുക. നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ട്രെൻഡ് ലൈൻസിൽ ലോജിക്കലി അത്തരത്തിലൊരു കാരണങ്ങളൊന്നും ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാൻ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പ്രിഫറൻസ് ആണ് ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക. അത് വരക്കുന്നത് തന്നെ കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്, ഇവിടെ വരക്കണം എന്നുള്ളത്. ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക. പകരം എന്ത് ചെയ്യുക? സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസുകൾ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ക്യാൻഡിൽ സ്റ്റിക്ക്, നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളാണ്. അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ തന്നെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേണുകളുണ്ട്. നമ്മളിപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്വാൻസ്ഡ് കാര്യങ്ങൾ, ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരെ 5 മാസത്തെ ഒരു മെമ്പർഷിപ്പിനുള്ളിൽ നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ബാച്ച് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. 44 മെമ്പേഴ്സൊക്കെ ആയിട്ട് ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ച് ഈ ഒരു ഫ്രൈഡേ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള, പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു പബ്ലിക് ഗ്രൂപ്പിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, മെമ്പർഷിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് അവിടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത്തരത്തിൽ മെമ്പർഷിപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യമാണ്. ചില ഇമ്പോർട്ടൻസ് പാറ്റേൺസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ കാണുകയാണ്, ഒരു റെസിസ്റ്റൻസ് കാണുന്നു അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ കാണുകയാണെങ്കിൽ അവിടെ മാർക്കറ്റ് വന്ന് ഇത്തരത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ മാർക്കറ്റ് സപ്പോർട്ടിൽ വന്ന് അപ്പം തന്നെ മുകളിലേക്ക് പോകും, നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. സപ്പോർട്ടിൽ വന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന് സൈക്കോളജി, നമ്മൾ പാറ്റേണിൻ്റെ സൈക്കോളജിയാണ് എപ്പോഴും ചർച്ച ചെയ്യുക. സൈക്കോളജിയായിട്ട് ബന്ധമില്ല. അതായത് സൈക്കോളജിയുടെ സപ്പോർട്ടുള്ള ഒരു പാറ്റേൺ അവിടെ ഫോം ആവുകയാണെങ്കിലാണ് നമുക്ക് ആ റിവേഴ്സലിനോ അല്ലെങ്കിൽ കണ്ടിന്യൂഷനോ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് ആ പാറ്റേണുകൾ, പ്രധാനപ്പെട്ട പാറ്റേണുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്താണ്? ഒറ്റ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് വരെ മൾട്ടിപ്പിൾ ആയിട്ട് ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 15 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? 30 മിനിറ്റിൻ്റെയും 1 ഹവറിൻ്റെയും അല്ലെങ്കിൽ 4 ഹവറിൻ്റെയൊക്കെ ചാർട്ട് ഒന്ന് നിങ്ങൾ നോക്കുക. ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എങ്ങോട്ടേക്കാണ് ട്രെൻഡ് എന്നുള്ള സാധ്യത കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഉപയോഗിക്കുക. എൻട്രിക്ക് വേണ്ടി
എൻട്രിയും എക്സിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നിങ്ങളൊരു സിംഗിൾ ടൈം ഫ്രെയിം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഉപയോഗിച്ചൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, തൊട്ടടുത്തുള്ള ടൈം ഫ്രെയിമുകൾ തന്നെ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ 15 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റിന് 1 അവറിൻ്റെയൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ 1 വീക്കിന് ഒന്ന് ഡയറക്റ്റ് പോയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അത്തരത്തിൽ തൊട്ടടുത്തുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റിനോട് ഒരിക്കലും നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പൊസിഷൻ എടുക്കേണ്ടത് അതിന് കണക്കായിട്ട് ഷോർട്ടിംഗ് പൊസിഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് കാണിക്കുകയാണെങ്കിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ള ധാരണ വെച്ചിട്ട് വെറുതെ നിങ്ങൾ ബൈയിങ് എൻട്രി എടുക്കാൻ വേണ്ടി പാടില്ല. മാർക്കറ്റ് താഴേക്കുള്ള പ്രഷറാണ് കാണിക്കുന്നതെങ്കിൽ താഴേക്ക് പൊസിഷൻ എടുക്കുക, മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ്മെൻറ്റാണ് കാണിക്കുന്നതെങ്കിൽ മുകളിലേക്ക് പൊസിഷൻ എടുക്കുക. മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചാലും, നിങ്ങൾ സൈക്കോളജി പഠിച്ചാൽ, ട്രേഡിംഗ് എൻട്രികൾ, എന്ത് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാലും, സ്ട്രാറ്റജി പഠിച്ചാലും, പ്ലാറ്റ്ഫോമുകൾ പഠിച്ചാലും, പാറ്റേണുകൾ പഠിച്ചാലും, എന്ത് പഠിച്ചാലും എന്താണ്, എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും എന്താണ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് തെറ്റാണെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആയിരിക്കും, അട്ടർ ഫെയിലിയർ ആയിരിക്കും ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് റിസ്ക് റിവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവാർഡിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. റിസ്ക് നിങ്ങൾ മിനിമം വെക്കുക, റിവാർഡ് നിങ്ങൾ എന്താണ് മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് റിസ്ക്കും റിവാർഡും ഒരുപോലെ വെക്കരുത്. 1:1 ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അതായത് ഞാൻ പ്രിഫർ ചെയ്യില്ല അത്. അതായത് റിസ്ക് ഒന്നും റിവാർഡൊന്നും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാനൊരിക്കലും ആ മെത്തേഡ് പ്രിഫർ ചെയ്യില്ല. റിസ്കിനേക്കാളും എപ്പോഴും എന്താണ് റിവാർഡ് കൂടുതലായിരിക്കണം. റിവാർഡ് നമ്മൾ എപ്പോഴും കൂടുതൽ എടുക്കണം. അങ്ങനെയാണെങ്കിലേ പിന്നീട് നമുക്ക് ലോസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് റിസ്ക് വെക്കുന്നതിനേക്കാളും കൂടുതൽ എപ്പോഴും നിങ്ങൾ റിവാർഡ് എടുക്കണം. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നിങ്ങൾ കണ്ണോടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെൻ്റാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക, എത്ര പൊസിഷനാണ് എടുക്കാൻ പറ്റുക, അതിന് കണക്കായിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവരെടുക്കുന്ന ലോഡ് സൈസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം എന്താണ്, അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ വേറെയായിരിക്കാം, അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളെക്കാളും കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ഓരോ ആൾക്കാരും എന്താണ് ട്രേഡിങ്ങിൽ വ്യത്യസ്തരാണ്, ഓരോ സിംഗിൾ ആൾക്കാരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവരെടുക്കുന്ന എൻട്രികൾ, അതായത് അവർ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, അവരെടുക്കുന്ന പൊസിഷൻസ്, അത്തരത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എൻട്രി ഒന്നും എടുക്കാതിരിക്കുക. നിങ്ങൾ വീഡിയോകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളിൽ എന്തെങ്കിലും വീഡിയോകൾ കാണുക, അല്ലാതെ വെറുതെ അവിടുന്ന് വീഡിയോകൾ കാണുക. അത് ഒരു തുടർച്ചയായിട്ടുള്ള പഠിക്കാൻ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകൾ കാണുക. അതിപ്പോൾ എൻ്റെ ചാനലിലാണെങ്കിലും മറ്റ് ചാനലുകളാണെങ്കിലും അത്തരത്തിൽ ഫോളോ ചെയ്യുക. അല്ലാതെ വെറുതെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് പോയി കാണാൻ വേണ്ടി നിൽക്കരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പെയ്ഡ് സിഗ്നൽസ് കൊടുക്കുന്നുണ്ടോ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പെയ്ഡ് സിഗ്നൽസ് കൊടുക്കാത്തത്. ഞാനിപ്പോൾ ഒരു സിഗ്നൽ കൊടുത്തു എന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ഞാനൊരു ബൈ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാനത് പറഞ്ഞു തന്ന് കഴിഞ്ഞ് നിങ്ങളത് കണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ആ ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടായിരിക്കും നിങ്ങൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ എൻട്രി എടുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്താണ് അത്രയും മൂവ്മെൻറ്റ് അവിടെ നഷ്ടപ്പെടും. ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നീട് ലോസിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ലൈവായിട്ട് അത്തരത്തിലുള്ള സർവീസുകൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് ലൈവായിട്ട് സിഗ്നലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവിടെ വാങ്ങൂ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ, ഇവിടെ സെല്ല് ചെയ്യുക, അത്തരത്തിൽ സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ആ സർവീസ് മോശമായത് കൊണ്ടല്ല, അത് നിങ്ങൾ കണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ തിരിച്ചറിയില്ല, നിങ്ങൾ ലോസ് വരുമ്പോഴാണ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലോസ് വന്നാലും നിങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നാലും നിങ്ങൾ ആർക്കും അത് അവകാശം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അവകാശം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ പഠിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ഈ കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയാം, ട്രേഡിംഗ് റോബോട്ടുകളൊക്കെ ഉണ്ട്. അതായത് റോബോട്ട് ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് മെത്തേഡുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളും പറയും എങ്ങനെയാണ് ഈ റോബോട്ട് ഉപയോഗിക്കേണ്ടത്, ട്രേഡിംഗ് മെത്തേഡുകളൊക്കെ നമ്മളും പറയും. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഞാനും പറയാൻ പോകുന്ന കാര്യമാണിത്. കാരണം റോബോട്ടിനെ പറ്റിയൊക്കെ അത്തരത്തിലുള്ള അഡ്വൈസേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാനും പറയാൻ പോകുന്ന കാര്യമാണ്. എന്നിട്ട് ഞാനും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ തന്നെ പഠിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മളെന്താണ് പൂർണ്ണമായിട്ടും ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ച അത്തരത്തിലുള്ള കാര്യങ്ങളെ, മെഷീനുകളെ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. ഒരു പ്രോഗ്രാമാണത്. ആ പ്രോഗ്രാമിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് പകരം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കേണ്ട ബോട്ട് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പ്രിഫറൻസ് ആണ്. ഞാനും ബോട്ടിനെ പറ്റി സംസാരിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ബോട്ടൊക്കെ കാണിച്ച് തരാനും പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാനും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ പഠിച്ചിട്ട് തന്നെ, പരമാവധി നിങ്ങൾ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ബോട്ട് ഉപയോഗിക്കാം, അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോറക്സിനെ പറ്റി പഠിച്ചിരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു 5 കറൻസി പെയറിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് മാത്രം വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അത് മാത്രം, അതിൻ്റെ ചാർട്ട് മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ട്, വിൻഡോയിൽ അത് മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ട് അത് മാത്രം വാച്ച് ചെയ്യുക. അതിൽ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്ട്രുമെന്റ് മാറ്റിക്കൊണ്ടിരിക്കരുത്. നമ്മൾ
സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ ദിവസവും മാറി മാറി സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നതിന് വരെ നമ്മളൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കാം. അത്തരത്തിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അതിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. പ്രൈസ് ആക്ഷൻ ഒക്കെ മനസ്സിലാകാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുറച്ചൊന്ന് കഴിയുമ്പോൾ അതിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആവും. ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റോക്കിന് പകരം ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്യാനാണ്. ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാനുള്ള, അതായത് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്താണ്, പൊസിഷൻ സേസിംഗ് ആണ്. നിങ്ങൾ എത്രയാണോ അവിടെ റിസ്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അതിന് കണക്കായിട്ടുള്ള പൊസിഷൻ മാത്രം എടുക്കുക. MT4ൻ്റെ കാര്യത്തിലാണെങ്കിൽ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ റിസ്ക് റിവാർഡിനെ പറ്റിയിട്ട്, റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതുകൊണ്ട് അത്തരത്തിൽ മാത്രം നിങ്ങൾ ക്യാപിറ്റൽ യൂസ് ചെയ്ത് പൊസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ പോയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ഒരു പൊസിഷൻ എടുക്കുകയല്ല വേണ്ടത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് മാർക്കറ്റ് ആണെങ്കിലും, അതിപ്പോൾ കമ്മോഡിറ്റി ആണെങ്കിലും കറൻസി പെയറുകളാണെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും ഇൻഡിസസുകളാണെങ്കിലും ഏതിലാണെങ്കിലും നമ്പർ 20 എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ 20 എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് 20 മൂവിങ് ആവറേജ് ആണ്. സിമ്പിൾ 20 മൂവിങ് ആവറേജ് ആണ്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. സിമ്പിൾ 20 മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 20 EMI ഉപയോഗിക്കുന്നവരുണ്ട്. എപ്പോഴും എന്താണ്, ആ 20 എന്നുള്ള ഒരു നമ്പറിനാണ് പ്രാധാന്യം. 20 എന്നുള്ളത് ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. നിങ്ങളിപ്പോൾ ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ വീക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു, അത്തരത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്, ഒരു 20 ട്രേഡ് 20 ട്രേഡുകൾ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, നിങ്ങൾ പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണ്. 20 ട്രേഡുകൾ എടുത്തു കഴിഞ്ഞ് നോക്കുക. അല്ലെങ്കിൽ 20 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, നിങ്ങൾ പ്രോഫിറ്റിലാണോ ഉള്ളത്. മുഴുവനായിട്ട് നോക്കും, നിങ്ങൾ പ്രോഫിറ്റിലാണോ ഉള്ളത്, ലോസിലാണോ ഉള്ളത്. അത്തരത്തിൽ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്കിപ്പോൾ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ റിവെഞ്ച് ട്രേഡ് ഒന്നും എടുക്കാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ലോസ് ഉണ്ടാവുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ ലോസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാവുന്നതാണ്. ട്രേഡിംഗ് എന്നൊരു ബ്രേക്ക് എടുക്കാവുന്നതാണ്. അല്ലാതെ തുടർച്ചയായിട്ട് നിങ്ങൾ ലോസ് വരുത്തുന്നതിന് പകരം നിങ്ങൾക്ക് ലോസിലേക്ക് തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ലോസ് തന്നെയാണ് വരുന്നതെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് ലോസ് വന്നത്, എന്തുകൊണ്ടാണ് എനിക്കത് പ്രോഫിറ്റ് ആവാതിരുന്നത് എന്ന് പഠിച്ചിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. ഡെമോ ഒക്കെ ആ ഒരു ബ്രേക്കിന് നിങ്ങൾക്ക് ഡെമോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഡെമോ ഒക്കെ ട്രൈ ചെയ്തിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ലോസുകൾ വരുത്തി വെക്കാതിരിക്കുക. ലോസ് വരുമ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഡെമോ എടുത്ത് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രേഡിങ്ങിലെ സ്ട്രാറ്റജികൾക്കൊക്കെ പുറമെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ട്രേഡിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്തരം കണ്ടന്റുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.